ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കണ്ട, അമ്മൂമ്മ നട്ടതാണ് പഴം. പിന്നെ അവിടെ ഒരു കുഞ്ഞ് അതിഥിയെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അമ്മൂമ്മയാണെങ്കിൽ ആപ്പിക്കുട്ടന് വേണ്ടി പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു ഒരു കുഞ്ഞാമ. ശരിക്കും ആമയുണ്ട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് വയലാണ്. പണ്ട് നല്ല വൃത്തിയുള്ള വയലും എല്ലാം ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് വൃത്തികേടായി. ഞങ്ങൾ പണ്ട് ചൂണ്ടയിട്ടൊക്കെ മീൻ പിടിക്കുമായിരുന്നു അവിടെ. അങ്ങനെ അമ്മൂമ്മയ്ക്ക് ഒരു മീൻ കിട്ടി. കണ്ടോ, ഇതാണ്. ഭയങ്കര വൃത്തികേടായിരിക്കുകയാണ്. ഫുൾ പായലും കണ്ടോ, ഭയങ്കര വൃത്തികേടായി. പണ്ട് ഞങ്ങൾ മീൻ പിടിക്കുമായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പണ്ട്. അമ്മൂമ്മ അഭിക്കുട്ടൻ അവിടെ നിൽക്കണം. അഭിക്കുട്ടൻ 1-2 പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുള്ളൂ. ഇത് കണ്ടോ, ഈ ചെടി കംപ്ലീറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ ഈ രമ്പയില എന്ന് പറയൂലേ, ബിരിയാണിയിലൊക്കെ ഇടുന്ന ആ രമ്പയിലയാണ്. അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ കണ്ടോ, ശരിക്കും രമ്പയിലയാണ് അത്രയും. പക്ഷെ ഞങ്ങൾ ബിരിയാണിയിൽ ഞാൻ ഇടൂല. അഭിക്കുട്ടൻ വെള്ളത്തിൽ കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ നിന്നോളൂ. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ടങ്ങ് പോയി. സത്യം പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തിൽ എയർപോർട്ട് തൊട്ടടുത്താണ് കേട്ടോ. തൊട്ടപ്പുറത്തെ എയർപോർട്ടൊക്കെയാണ്. അനന്തപുരി ഹോസ്പിറ്റൽ, SP ഫോർട്ട്, നമ്മുടെ മാൾ, ഇതെല്ലാം കൊണ്ട് ആ കാണുന്ന മാളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മാളാണ്. കണ്ടോ, ആ കാണുന്നത് അതുകൊണ്ടാണ് കാണുന്നത് അവിടെ. പക്ഷെ ഇത്രയും ഇങ്ങനെ എന്താ പറയുക, ഒരു ഗ്രാമീണ ഭംഗിയുള്ളൊരു സ്ഥലം തിരുവനന്തപുരത്തിൻ്റെ നടുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ആ ഒരു റെഡ് കളറിലൊക്കെ കാണുന്നുണ്ടോ, ഇതൊക്കെ മാൾ ഓഫ് ട്രാവൻകൂറാണ്. കണ്ടോ, ഇത്രയും. ഇവിടെ ഒരുപാട് സീരിയൽ ഷൂട്ടിംഗ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മൂമ്മ. അതുകൊണ്ട് അത് എൻ്റെ വേറൊരു അമ്മൂമ്മയുടെ വീടാണ് തൊട്ടപ്പുറത്തുള്ളത്. അങ്ങനെ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം ടെറസിൽ പോയിരുന്നു പ്ലെയിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു പ്ലെയിൻ പറക്കണുണ്ടോ. പിന്നെ കുറച്ച് നേരം പ്ലെയിൻ വരുന്നതും പോകുന്നതും കണ്ട് എങ്ങനെയൊക്കെയോ വൈകിട്ടാക്കി. കാരണം ആമ അവിടെ ശരിക്കും വരും എന്നറിവ് കിട്ടി എനിക്ക്. തിരിച്ചു പോവാണ് പ്ലെയിൻ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വൈകിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി എത്തി. അമ്മൂമ്മ അവിടെ ചോറിടുകയാണ് ആമയ്ക്ക് വേണ്ടിയിട്ട്. കുറേ നേരം നിന്നു. പക്ഷേ ആമ പറ്റിച്ചു. ആമ വന്നില്ല. കുറേ നേരം നിന്നു. ചിലപ്പം ബിരിയാണി കിട്ടിയാലോ. പക്ഷേ ഞാൻ കണ്ടു, 1-2 എണ്ണം പോകുന്നത് കണ്ടു. അങ്ങനെ സങ്കടം വന്ന് തിരിച്ച് വീട്ടിൽ പോയി. താങ്ക് യു.